യെസ് ഗൈസ്, ഞാൻ TWS ഉപയോഗിക്കുന്നത് നിർത്തി. ആൻഡ് മേ ബി ഈ വീഡിയോ കണ്ട ശേഷം എൻ്റെ ഈ ഒരു അനുഭവം ഷെയർ ചെയ്ത ശേഷം മേ ബി നിങ്ങളും TWS ഉപയോഗിക്കുന്നത് നിർത്തും. സോ പ്രൈമർലി ഞാൻ 3 TWS ആണ് യൂസ് ചെയ്യാറ്. ഒരെണ്ണം എൻ്റെ വിൻഡോസ് ലാപ്ടോപ്പിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കുന്നത്, എൻ്റെ ഫോണിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഈ ഒരു മോട്ടോ ബഡ്സ് പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം. പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ ഫോണിൻ്റെ കൂടെ നോർമലി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു സാംസങ് ഗാലക്സി ബഡ്സ് 2 Pro. ആൻഡ് മൂന്നാമത് ഞാൻ എൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്കിൻ്റെ ഒപ്പം ഐഫോൺസിൻ്റെ ഒക്കെ ഒപ്പം യൂസ് ചെയ്യുന്നത് ഈ ഒരു ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോ. സോ ഇങ്ങനെ ഈ 3 TWS ആണ് ഞാൻ റെഗുലർലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഈ 2 സാധനം നമ്മുടെ ഈ എയർപോഡ്സ് പ്രോ അതേപോലെ സാംസങ് ഗാലക്സി ബഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. സോ സംഭവം ആക്ച്വലി ഒരു 6 മാസം മുന്നെയാണ് ഞാൻ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. സോ നോർമലി ഞാൻ ഒരു ദിവസം കുറേയധികം നേരം TWS യൂസ് ചെയ്യാറുണ്ട്. അതായത് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ TWS യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് എഡിറ്റിംഗ് ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ പോവുകയാണെങ്കിൽ ആ 4-5 മണിക്കൂർ നമ്മൾ TWS യൂസ് ചെയ്യും. യൂട്യൂബിൽ വീഡിയോസ് കാണുവാണെങ്കിൽ അതിന് TWS യൂസ് ചെയ്യും. ജിമ്മിൽ പോകുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ TWS യൂസ് ചെയ്യും. അല്ലാതെ നോർമലി നമ്മളിപ്പോൾ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ കോൾസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കോൾസ് മീറ്റിംഗ്സ് ഇതിനെല്ലാം ഞാൻ TWS യൂസ് ചെയ്യാറുണ്ട്. ഒരു സിംഗിൾ TWS അല്ല, ഈ പറഞ്ഞ പോലെ പല TWS പല ഡിവൈസുകളായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഏകദേശം 6 മാസം മുന്നേ എനിക്ക് ചെറുതായിട്ട് എൻ്റെ ലെഫ്റ്റ് ചെവി അധികം കേൾക്കാത്തതുപോലെ തോന്നി. അതായത് നോർമലി കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഇയറിന് ചെറിയൊരു കേൾവിക്കുറവ് പോലെ എനിക്ക് തോന്നി. ഭയങ്കരമായിട്ടുള്ള കേൾവിക്കുറവൊന്നുമല്ല, എന്നാലും നമുക്കറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ചെവിയിൽ കേൾക്കുന്നിട്ട് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ കേൾക്കുമ്പോൾ റൈറ്റിൻ്റെ അത്രയും ഒരു കേൾവി ഇല്ലാത്ത പോലെ തോന്നലുണ്ട്. എന്നാൽ ഞാൻ TWS യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഇയർഫോൺസ് ചെവിയിൽ വെച്ചിരിക്കുമ്പോൾ നല്ലപോലെ 2 ചെവി ഈക്വലായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായി. കാരണം TWS ഊരുന്ന സമയത്ത് ചെറിയൊരു കേൾവിക്കുറവ് എൻ്റെ ലെഫ്റ്റ് ഇയറിന് എനിക്ക് തോന്നി. ബട്ട് TWS യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു 2 ചെവിക്ക് ഒരു കുഴപ്പവും തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി എൻ്റെ ഒരു തോന്നലായിരിക്കാം എന്ന്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഓരോ മാസം കഴിയുമ്പോഴും എനിക്ക് ഈ ഒരു ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആ ഒരു ബാലൻസ്, ഇയറിൻ്റെ ആ ഒരു ഹിയറിങ്ങിൻ്റെ ബാലൻസ് ലെഫ്റ്റ് സൈഡിൽ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ TWS യൂസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കേൾവി കുറവും റൈറ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് കേൾക്കുന്ന ഒരു ഫീലിംഗ് വന്നു. പക്ഷേ ജോലിയുടെ തിരക്കും ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡോക്ടറൊന്നും പോയി കണ്ടില്ല. ഞാനത് ഇഗ്നോർ ചെയ്തു. അങ്ങനെ ഇഗ്നോർ ചെയ്ത് ഏകദേശം ഒരു 6 മാസത്തോളം ആയപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ രാവിലെ നോക്കിയപ്പോൾ എനിക്ക് ലെഫ്റ്റ് ചെവി കേൾക്കുന്നേ ഇല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ചെവിയുടെ അടുത്ത് വന്നിട്ട് ഇത് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരാൾ എന്നോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ചെവി മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ ചെവിയിൽ എന്തോ ഒരു മഫിൾഡായിട്ടൊരു ശബ്ദം. TV കാണുമ്പോൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം വണ്ടി ഓടിക്കുമ്പോൾ പോലും എനിക്ക് ചെറുതായിട്ടൊന്ന് കുറച്ച് പുറത്ത് പോകുമ്പോഴേക്കും എനിക്ക് ലെഫ്റ്റും റൈറ്റും കറക്റ്റ് കിട്ടാറുണ്ട്. വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസും ഉണ്ടായില്ല. സോ വണ്ടി ഓടിക്കലേ ഞാൻ നിർത്തി. അങ്ങനെ എനിക്ക് ചെവി മൊത്തത്തോടെ അടഞ്ഞൊരു ഫീൽ വന്നു, ഒരു ചെവി മാത്രം. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ വൈകിച്ചില്ല, നേരെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. ഡോക്ടറെ പോയി കണ്ടു, ENT പോയി കണ്ടു. ENT എൻ്റെ ചെവിയിലേക്ക് അവരുടെ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ നോക്കി, ചെവിയിൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നോക്കിയതിന് ശേഷം എന്നോട് ഫസ്റ്റ് ഡോക്ടർ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ കുറേ നേരം ഇയർഫോൺ യൂസ് ചെയ്യാറുണ്ടല്ലേ? ഞാൻ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ശരിയാണ്, ഞാൻ ഒരുപാട് നേരം ഇയർഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു കമ്പ് പോലത്തെ ഒരു സാധനം എടുത്തു. ഈ ഒരു കമ്പ് പോലത്തെ സാധനം എൻ്റെ ചെവിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു. ചെവി ഇങ്ങനെ തല ഇങ്ങനെ പിടിച്ച് നിർത്തി കമ്പ് പോലത്തെ സാധനം ചെവിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് പുറത്തേക്ക് ഇങ്ങനെ എടുത്തപ്പോൾ ഏകദേശം ഒരു ബുള്ളറ്റിൻ്റെ സൈസിൽ കട്ടയായിട്ട് എന്തോ ഒരു സാധനം ചെവിയിൽ നിന്നും പുറത്തേക്ക് എടുത്തു. ഞാൻ ഡോക്ടർ എൻ്റെ ചെവിയുടെ അകത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു, എന്തോ ഭാഗ്യം കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ഇയർ ഡ്രംസിന് യാതൊരു പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇത്രയും വലിയ കട്ട ചെവി ഇന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ, എൻ്റെ കിളി പോയി. ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, യെസ് ചെവിയുടെ അകത്ത് വാക്സ് ഉണ്ടായിട്ടായിരിക്കും, ചെവി വാക്സ് കാരണം അടഞ്ഞത് കൊണ്ടായിരിക്കും ഈ ഒരു സംഭവം എന്ന്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി വാക്സ് കാരണം ചെവി അടഞ്ഞതുപോലെ അല്ലായിരുന്നു ഈ ഒരു സംഭവം. എന്താണ് സംഭവിച്ചത്, എന്താണ് ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞത്. സോ ഏകദേശം ഒരു 6 മാസം മുന്നേ എനിക്ക് ചെറുതായിട്ടൊരു ഡ്രൈ സ്കിൻ ഉണ്ടായി. ചെറുതായിട്ട് ഒരു ഡാൻഡ്രഫ് പോലെ, ടോട്ടലി അല്ല, ചില സ്ഥലങ്ങളിലായിട്ട് ഡാൻഡ്രഫ് പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻഡ്രഫ് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഒക്കേഷണലി ഡാൻഡ്രഫ് വരുന്നത് പോലെ വെള്ളത്തിൻ്റെ ചേഞ്ചുകൾ കാരണം അതേപോലെ അങ്ങനെ പല ചേഞ്ചുകൾ കാരണം വരാറുണ്ടായി. ആൻഡ് ഈ ഒരു ഡ്രൈ സ്കിൻ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലായിരുന്നു എനിക്ക് മേ ബി കുറച്ച് ഡാൻഡ്രഫ് കൂടുതൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ കൂടുതൽ
വീഴാറുണ്ടായി. സോ ഇത് ചെവിയിലേക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് ഇങ്ങനെ ചെവിയിലേക്ക് വീഴാറുണ്ടായി. അപ്പോൾ ഞാൻ ഈ ഇയർഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നോർമലി നമ്മുടെ ചെവിയുടെ ഉള്ളിലൊരു വാക്സ് ഉണ്ടാവും. യെസ്, ചെവിയുടെ ഉള്ളിൽ നോർമലി ഒരു ലൂബ്രിക്കേഷൻ എന്നുള്ള രീതിയിൽ ചെവിനകത്ത് വാക്സ് ഉണ്ടാവും. ആൻഡ് ഈ ഒരു വാക്സ് സ്റ്റിക്കി ആയിരിക്കും, കുറച്ച് സ്ലൈമി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് അത് ഇങ്ങനെ ബഡ്സ് ഒക്കെ ഇടുന്ന സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് കളയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ വരാറാണ് നോർമൽ. പക്ഷേ ഈ പൊടി ചെവിയുടെ അറ്റത്ത് അല്ലെങ്കിൽ ഈ ഒരു ഡാൻഡ്രഫ് ചെവിയുടെ അറ്റത്തുള്ളതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ ഈ ഇയർഫോണിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, ഇത് ഇയർഫോൺ ശരിക്കും ചെവിയുടെ ഉള്ളിലേക്കാണ് കയറി പോകുന്നത്. ഈ ടിപ്പ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഈ ഒരു പൊടി പോലിരിക്കുന്ന സ്കിൻ എടുത്തിട്ട് ചെവിയുടെ ഉള്ളിലേക്ക് പുഷ് ചെയ്യും. ചെവിയുടെ ഉള്ളിൽ പുഷ് ചെയ്യുമ്പോൾ ചെവിയുടെ ഉള്ളിൽ എന്താണ്, ഈ ഒരു വാക്സ്, സ്റ്റിക്കി ആയിട്ടുള്ള വാക്സ് ഉണ്ട്. ആ സ്റ്റിക്കി ആയിട്ടുള്ള വാക്സിലേക്ക് ഇത് വീഴുന്നു. ഓരോ തവണയും ഞാൻ ഇയർഫോൺ ചെവിയിലേക്ക് വെക്കുമ്പോഴും എടുക്കുമ്പോഴും ഈ ഒരു പൊടി ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുവാണ്. ആൻഡ് ഈ വാക്സ് ഡേ ബൈ ഡേ ഈ പൊടിയെ അബ്സോർബ് ചെയ്ത് സോളിഡിഫൈ ആയിക്കൊണ്ടിരിക്കുവാണ്, കട്ടിയായിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് കട്ടിയായിട്ടുള്ള വാക്സിന് ഒരിക്കലും എളുപ്പത്തിൽ പുറത്തേക്ക് നാച്ചുറലി പോകുന്ന രീതിയിൽ പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെവിയുടെ ഉള്ളിൽ നോർമലി ഉള്ള വാക്സിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ബൾക്കപ്പായി കണ്ടിന്യൂസ്ലി ആയി ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ ഒരു സാധനം വളരെ വലിയൊരു ബിൽഡപ്പായിട്ട് മാറി ചെവി മുഴുവനായിട്ട് അടഞ്ഞു. എന്നാൽ ഞാൻ വീണ്ടും കണ്ടിന്യൂസ്ലി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ ഇയർഫോൺ വെക്കുമ്പോഴെല്ലാം ഈ ഒരു സാധനത്തിന്മേൽ തട്ടി ഇത് ഇയർ ഡ്രമ്മിലേക്ക് മുട്ടുകയും ഇയർ ഡ്രമ്മിന് ഡാമേജ് വരുത്താനുള്ള സാധ്യതയും ഉണ്ടായി. ഈ ഒരു ഇൻസിഡൻറ്റ് വന്നേ പിന്നെ ഞാൻ TWSൻ്റെ യൂസ് ഭയങ്കരമായിട്ട് ഏകദേശം ഒരു 99% കുറച്ചു. ഞാൻ ഇതിലേക്ക്, അതായത് ഓവർ ഇയർ ഹെഡ്ഫോൺസിലേക്കാണ് മാറിയത്. ഡോക്ടറും അത് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. ഈ സാധനം നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഏകദേശം ഒരു 1 year ബാക്ക് റിവ്യൂ ചെയ്തതാണ് JBLൻ്റെ ഒരു ട്യൂൺ സീരീസിലുള്ള. ഇപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത്, അത്യാവശ്യം നല്ലതാണെന്നുള്ളതുകൊണ്ട് ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. TWS യൂസ് ചെയ്യരുത് എന്നല്ല, TWS യൂസ് ചെയ്യുന്നതുകൊണ്ട് കേൾവിക്കുറവ് ഉണ്ടാകും എന്നൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ എനിക്കുണ്ടായ സിറ്റുവേഷൻ, ഇപ്പോൾ ഈ ഒരു ഡാൻഡ്രഫ് ഉണ്ടായി, ആൻഡ് അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല TWS കാരണം ഇത് ചെവിയുടെ ഉള്ളിൽ കയറി പോകുമെന്ന്. അതുപോലെ നിങ്ങളും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ, ഇതേപോലെ ചെവിക്കകത്ത് കയറി പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി ഡാൻഡ്രഫൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ഇയർഫോൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ കാണിച്ച പോലെ ലേറ്റാക്കുന്ന മണ്ടത്തരം ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനെ കേൾവിക്കുറവോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി ഡോക്ടറെയൊക്കെ പോയി കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം എന്താ പറയുക, ഞാൻ ഒരുപാട് TWS ഈ ഒരു ചാനൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ വ്യൂവേഴ്സ് എൻ്റെ റിവ്യൂസ് കണ്ട് ഈ ഒരു പ്രൊഡക്ട്സ് മേടിക്കാറുമുണ്ട്. പക്ഷെ മേടിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇതെനിക്കൊരു അനുഭവമായി എന്നുള്ളതുകൊണ്ട് എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.